ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സപതാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിധം തം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാനിതാംശം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ശഭാനം സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदाम. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. നമ്മുടെ ഈ ഒരു സബരിയാണ്. എത്ര നാൾ എടുക്കും അറിയില്ലത് തീരാൻ. നമ്മൾ തുടങ്ങി വെക്കുകയാണത്. കേരളത്തിൽ അങ്ങനെ ആരും നമ്മുടെ ഇസ്കോണിന്റെ രീതിയിൽ നമ്മുടെ സമ്പ്രദായ പ്രകാരം ഇതുവരെ മഹാഭാരതം അങ്ങനെ ആരും എടുത്തിട്ടില്ല അധികം എന്നാണ് പൊതുവെ. അതുകൊണ്ടാണ് കഥാമൃഗം ഇങ്ങനൊരു സജഷൻ വെച്ചതും നമ്മൾ അതിലോട്ട് തുടങ്ങാൻ പോകുന്നതും. അപ്പോൾ ഈ മഹാഭാരതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പൊതുവെ ഒരു ധാരണയുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ വീട്ടിൽ മഹാഭാരതം വയ്ക്കാൻ പോലും പാടില്ല, പുസ്തകം വായിക്കാൻ പാടില്ല. വായിച്ച വീട്ടില് എന്തുണ്ടാവും? പഠിപ്പുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനകത്ത് കുറച്ച് ഇത് ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മഹാഭാരതം പോലെ മറ്റു ഗ്രന്ഥങ്ങൾ പോലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാകാവ്യമാണ്. എത്ര ശ്ലോകങ്ങളുടെ മഹാഭാരതത്തിൽ ആർക്കെങ്കിലും പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാം, ആർക്കാണെങ്കിലും പറയാം. 40,000. 40,000 അല്ല, ഇനിയും കേറട്ടെ, കൂട്ടി പിടിച്ചോളൂ. ആർക്കും പറയാം, തെറ്റിയാലൊന്നും ആരും, നമ്മളെല്ലാരും പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതിൽ. 52,000. ഇനിയും പോട്ടെ, ലേലം വിളി പോട്ടെ, മുകളിലോട്ട് പോട്ടെ. 18 something. 18. അല്ല, കൂട്ടാൻ പറഞ്ഞപ്പോ കുറയ്ക്കാണല്ലോ ഇവിടെ, കൂട്ടി വിളിക്കാനാ പറഞ്ഞത്. രസികനന്ദാണ് അത്. ഹരേ കൃഷ്ണ. പറയൂ കഥാമൃത പ്രഭു. ആരും പറയുന്നില്ല, ഞാൻ തന്നെ പറയാം. ഹരേ കൃഷ്ണ പ്രഭു. 1 lakh. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. 1 lakh. 1,00,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഭാരത സംസ്കാരം. ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ. അതിലോട്ട് കയറിയിരിക്കുന്നത് 6:45 തീരുവേ. ഈ ബാക്കിയുള്ളവർ ഞാൻ ചോദിക്കുക മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അതുവരെ എല്ലാവരും സൈലന്റ് ആയിരിക്കണേ, മ്യൂട്ട് ചെയ്തേക്കണം. നമ്മുടെ സനാതന ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വൈദിക സാഹിത്യങ്ങളാണ്. അതിൽ ഏതൊക്കെ വരും? 4 വേദങ്ങള്, 108 ഉപനിഷത്തുകള്, പിന്നെ എന്താ പറയാ വേദാംഗങ്ങള്, അതുപോലെ തന്നെ ആരണ്യകങ്ങള്, ബ്രാഹ്മണങ്ങള്, ഇതെല്ലാം വരും. ഇത് കൂടാതെ 2 ഇതിഹാസങ്ങൾ നമ്മൾക്കുണ്ട്. ഏതൊക്കെയാണ് ഇതിഹാസങ്ങൾ? ആ 2 ഇതിഹാസങ്ങൾ ആർക്കറിയാം? രാമായണം, മഹാഭാരതം. രാമായണ മഹാഭാരതം. ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മൾ പറയും, നമ്മുടെ സനാതനത്തിന്റെ പലരും വാദിക്കും വേദങ്ങളാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞ് ബാക്കി പുസ്തകങ്ങൾ ഒന്നും അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് തത്വം മനസ്സിലാവാത്തതുകൊണ്ടാണ്. വേദങ്ങൾ തന്നെയാണ് അടിസ്ഥാനം. ആ വേദങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ കഥകളിലൂടെയും അല്ലെങ്കിൽ എന്താ പറയാ ഉപമകളിലൂടെയൊക്കെ പറഞ്ഞ് കഥകളും ഉപകഥകൾ. മഹാഭാരതത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ സാധാരണ ഒരു ഉപമ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉള്ളി പൊളിക്കും പോലെ എന്ന് പറയും. നമ്മൾ പൊളിച്ചു പോകുമ്പോഴത്തേക്ക് കഥകള്, അതിൻ്റെ ഉള്ളിൽ കഥ, ഉപകഥകൾ അങ്ങനെ പോയി തിരിച്ചു വരും പുറത്തോട്ട്.
അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് കഥകളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മൾ ഓർത്തു വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു പുസ്തകവും ഒരു പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറിച്ചു വെച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മളുടെ ഒരു പഠനമാണ് നടത്തുന്നത്. ഒരു വെറുതെ ഒരു ചർച്ചയാണെങ്കിൽ നമ്മൾ പഠനമാണ് നടത്തുന്നത്. ഈ വലിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും അത്രയും ഒരു ശ്രദ്ധയോടെ ഇരുന്ന് എഴുതിയെടുക്കും. എല്ലാവർക്കും ആ പേരൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന വരില്ല. ഒരുപാട് ഇത്രയും കഥാപാത്രങ്ങൾ, 1,00,000 ശ്ലോകം, ഇത്രയും കഥാപാത്രങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ്. മഹാകാവ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാകാവ്യമാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മഹത്വം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതിന്റെ മഹത്വം അതെന്താണ്, നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ മുമ്പായിട്ട് അതെന്താണെന്ന് അറിയണ്ടേ, അതിന്റെ ഗുണദോഷങ്ങളും സൈഡ് എഫക്റ്റുകളും അറിയണ്ടേ, അല്ലെ എഫക്റ്റും സൈഡ് എഫക്റ്റും അറിയണമല്ലോ അല്ലേ? അതാണല്ലോ എന്റെ രീതി. എന്ന് പറയും പോലെ നമ്മളൊരു ആമുഖമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തിന്റെ. മഹാഭാരതം എന്താണ്, അത് വീട്ടിൽ വെക്കാൻ കൊള്ളാമോ, വീട്ടിൽ വെച്ചാൽ അടി ഉണ്ടാവോ? ഈ പറയണിടത്തൊന്നും നമ്മളെ വീട്ടിൽ അടിയേയും ബഹളമേ ഇല്ല, വഴക്കേ ഇല്ല. ഈ മഹാഭാരതം കാരണമാണ് വീട്ടിൽ വഴക്ക് എന്ന് നമുക്ക് തോന്നും അല്ലേ? പക്ഷെ അതൊന്നും അല്ല. ഈ മഹാഭാരതം വീട്ടിൽ വെക്കാൻ കൊള്ളാമോ, വായിക്കാൻ പറ്റുമോ, വായിക്കാൻ പാടുണ്ടോ? ഗീത അല്ലെ, ഗീത എന്ന് പറഞ്ഞ ഈ മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് മറന്നുകൊണ്ടാണ് നമ്മൾ ഈ പല ആൾക്കാരും പറയുന്നത് വീട്ടില് മഹാഭാരതം വെക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല. അത് എഴുതിയ വ്യാസദേവൻ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ പർപ്പസ് എന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണ്, ഇത് എന്ത് ചെയ്യണം, ഇതിൽ എന്തൊക്കെയാണ് പറയപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഇതിഹാസങ്ങൾ. ഇതിഹാസം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തില് ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകം മറ്റുള്ള അർത്ഥങ്ങളുണ്ട്. ഒരു വാക്ക് ചുമ്മാ നമ്മൾ കുട്ടികൾക്ക് പേരിടും പോലെ ഡട്ടി, ഡിട്ടു, ഡുട്ടു അങ്ങനെയല്ല. സംസ്കൃത പദങ്ങൾക്കെല്ലാം ഒരു അർത്ഥമുണ്ട്. ഒരു അർത്ഥമില്ലാത്ത പേരാ പലർക്കും ഇപ്പോൾ ഉള്ളത്, അറിയാം. പക്ഷെ നമ്മുടെ ശാസ്ത്രം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുന്ന പേരുകളൊക്കെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അതിൽ വാക്കുകളെല്ലാം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പേർക്ക് അറിയാം ഇതിഹാസത്തിന്റെ അർത്ഥം? അറിയാവുന്നവർക്ക് പറയാം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിഹാസ, സംസ്കൃതത്തിൽ ഇതിഹാസ, മലയാളിയായിരിക്കും ഇതിഹാസം. സംസ്കൃത പദം ഇതിഹാസ. ആർക്കെങ്കിലും അറിയാമോ? എപ്പിക്സ്. പറയാൻ ശ്രമിക്കാമോ? എപ്പിക്സ്. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല ചോദിച്ചത്. സോറി ബ്രോ. ഇതിഹാസം, ഇതി ഇഹ ആസീത് എന്നാണ് അതിന്റെ അന്വയം. ഇതി ഇഹ ആസീത്. ഇതി എന്ന് വെച്ചാൽ ഇങ്ങനെ, ഇഹ ഇവിടെ, ആസീത് ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊന്നും വെറും കഥകളല്ല. ഇത് ഒരു കാലത്ത്, ഒരു കാലഘട്ടത്തില് നമ്മുടെ ഈ ഭൂമിയിൽ, ഭാരതഭൂമിയിൽ നടന്ന കാര്യങ്ങളാണ് എന്നാണ് അർത്ഥം. ഇതിഹാസം. അവർക്ക് വേറെ എന്തൊക്കെ പേര് പറയിടായിരുന്നു ഇതിന്, അല്ലെ? അപ്പൊ ഇതിഹാസം, ഇതിഹ ആസീത്, ഇവിടെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും വെറും കഥകളല്ല. പക്ഷെ ഞാനിപ്പോ പറഞ്ഞു പോകുമ്പോൾ ഞാനും കഥ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എങ്കിൽ നിങ്ങൾ നമ്മളിപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കഥ എന്നുള്ള ഒരു മീനിങ് അതിന് കാണരുത്. പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കഥ എന്ന് പറയും. കഥ എന്ന് വെച്ചാല് നടന്നു കഴിഞ്ഞ സംഭവം എന്നാണ്. നമ്മൾ പക്ഷെ ഉപയോഗിച്ച് പല വാക്കുകളും മലയാളത്തിൽ നമ്മുടെ നിത്യോപയോഗത്തിൽ അർത്ഥം മാറി ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഒരുപാട് വാക്കുകൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ നമുക്ക് അറിയാൻ പറ്റും, ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഉപയോഗിച്ചില്ല. തമിഴ്നാട്ടിലെ മലയാളം ഉണ്ടായത്. ഈ തമിഴില് നാറ്റം എന്ന് പറഞ്ഞാൽ, നാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആർക്കൊക്കെ അറിയാം? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബാഡ് സ്മെൽ. അവിടെയാണ് മിസ്റ്റേക്ക്. ശരിക്കും നാറ്റം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂർ നാറ്റം എന്നൊക്കെ പല തമിഴ് കാവ്യങ്ങളിലും പറയുന്നുണ്ട്. നാറ്റം എന്ന് പറഞ്ഞാൽ സ്മെല്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പറഞ്ഞതിന് ബാഡ് സ്മെല്ലെന്നാക്കി. മുല്ലപ്പൂ നാറുമോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പല തമിഴ് കാവ്യങ്ങളിലൊക്കെ? അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മള് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഭയങ്കരം. ഭയങ്കരം എന്നാണ്. ഭയം കരോതി ഇത് ഭയങ്കരം എന്നാണ്. ഏതൊന്നാണ് നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നത് അതാണ് ഭയങ്കരം. നമ്മൾ പറഞ്ഞതിനെ മലയാളത്തിൽ അതിന് വേറെ പൊളി, അടിപൊളി, ഇതിങ്ങനെ പലതും നമ്മൾ പല വാക്കുകൾ അങ്ങനെ നമ്മൾ മോശമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ച് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അവസ്ഥ. അപ്പം നമുക്ക് മലയാളം തന്നെ ശരിക്കും അറിയില്ല മലയാളിയൊക്കെ. അപ്പം ഇതിഹാസം എന്ന് വെച്ചാൽ ഇവിടെ മുമ്പ് നടന്ന. അപ്പൊ ഈ കഥ എന്നുള്ള വാക്ക് അതുപോലെ തന്നെ, കഥ എന്നുള്ള നടന്ന സംഭവം എന്ന് മാത്രമല്ല, മുമ്പ് നടന്നൊരു സംഭവം എന്നർത്ഥം. അപ്പൊ ഞാനിവിടെ പലപ്പോഴും ഇതിനകത്ത് കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് വെറും കെട്ടുകഥയാണ്.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ആ കഥ എന്ന് ഉദ്ദേശിക്കുന്ന കെട്ടുകഥയാണ് അതിന്റെ മീനിങ് ശരിക്കും. അപ്പൊ കഥ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവങ്ങൾ അർത്ഥമുള്ളതിന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സംഭവങ്ങളൊക്കെ ഒരു കാലം നടന്നതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. ഇതിൽ പല സംഭവങ്ങളും ഇതിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ യുക്തിക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരു യുക്തിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും ഇതിനകത്ത് പറയപ്പെടും. വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എപ്പോഴാണ് നടന്നത്, ഏത് കാലഘട്ടത്തിലാണ് നടന്നത്, മിനിമം 5000 വർഷം മുമ്പ് നടന്നത്. എപ്പോഴും നമ്മൾ പുരാണ ഇതിഹാസം അന്നത്തെ കാലഘട്ടമോ അന്നത്തെ സാംസ്കാരിക എന്താ പറയുക ചിന്താഗതിയോ അല്ലെങ്കിൽ നിലവാരമോ അല്ലെങ്കിൽ സാംസ്കാരിക വ്യവസ്ഥിതികളോ അല്ല ഇന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അതിന് ചിന്തിക്കാൻ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരാൾക്ക് 3 കല്യാണം കഴിച്ചാൽ ആളെ ജയിലിലാവും അല്ലെ. അപ്പം അങ്ങനെ അധർമ്മങ്ങൾ പോലും കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടം അല്ലെ 2019 അവസാനം തൊട്ട് ഒരു 4 കൊല്ലം 3 കൊല്ലമെങ്കിലും നമ്മൾ ഈ കാലഘട്ടം ഒരു 20 കൊല്ലം കഴിഞ്ഞു വരുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ചിലപ്പം ജനിച്ചു വരുന്ന കുട്ടിയോട് പറഞ്ഞാൽ അവരൊരിക്കലും ഇത് വിശ്വസിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. പഴം മേടിക്കാൻ പോയി ആളെ പോലീസ് ഓടിച്ചിട്ട് തല്ലി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമാരെങ്കിലും ഇല്ല. അപ്പോ അങ്ങനെ പല കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരും. നമ്മൾ ഇന്നത്തെ 5000 വർഷം മുമ്പുള്ള കാലഘട്ടമോ അതിന്റെ സാമൂഹിക വ്യവസ്ഥിതികളോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്താനായിട്ട്. അപ്പോൾ ഇതിൽ പല അമാനുഷികമായ പല കാര്യങ്ങളും അന്ന് കാലം നടന്നിരിക്കാം. നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല, ഭൂമിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ ലോകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു തമാശ, നീ അമേരിക്ക കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അമേരിക്ക ഇല്ലേ എന്ന് ചോദിക്കും പോലെയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇല്ലാന്ന് സ്ഥാപിക്കാൻ പൊതുവെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു മെന്റാലിറ്റി അതാണ്. അങ്ങനെ നമ്മൾ ചേരപ്പെടും. പക്ഷെ ഇതൊക്കെ അങ്ങനെ നടന്നുകൂടെ? അങ്ങനെ ഉണ്ടായിക്കൂടെ? അങ്ങനത്തെ സംഭവങ്ങൾ നടന്നുകൂടെ? നമ്മളുടെ ചെറിയൊരു അരയടി സ്കെയിലും കൊണ്ട് ഭൂമി അളക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊല്ലം എടുക്കും? എത്ര ജീവിതകാലം കൊണ്ട് അളന്നു തീർക്കാൻ പറ്റും നമുക്ക്? അപ്പൊ നമ്മുടെ ബുദ്ധി വളരെ കുറവാണ്. നമ്മുടെ ഇമാജിനേഷൻ പവറും ഒക്കെ വളരെ വളരെ കുറവാണ്. അത് വെച്ചിട്ട് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തെ അളക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം നടന്നില്ല എന്ന് പറയാൻ നമ്മുടെ തെളിവൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പലരും ചിലപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. രാമൻ 10000 വർഷം എന്താ പറയാ രാജ്യം ഭരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പല മോഡേൺ എന്താ പറയാ മറ്റുള്ള പ്രഭാഷകർ പറയുന്നത് അത് 10000 എന്ന് പറഞ്ഞാൽ 10000 ദിവസങ്ങളാണ്. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി അവർ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സമ്പ്രദായവും മറ്റു സമ്പ്രദായങ്ങളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രഭാഷണ വ്യത്യാസം. നമ്മൾ ശരിക്കും ബ്രഹ്മമാധു ഗൗഡിയ സമ്പ്രദായത്തിൽ വരുന്നതുകൊണ്ട് നമ്മൾ ആ പരമ്പരയിൽ നിന്ന് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അതിന് യാതൊരു മാറ്റമാണ്. ഭഗവാൻ കൃഷ്ണൻ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ വ്യാസദേവൻ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് നമ്മൾ മുമ്പോട്ട്. അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ദൈവം സരസ്വതിയും വ്യാസം തതോജയം മുദ്രികൻ. നമ്മൾ തുടങ്ങുമ്പോൾ ഇവരൊക്കെ നരനെയും പരമപുരുഷ നാരായണന്റെ വളരെ അന്തരംഗ ഭക്തനല്ല, അടുത്ത് നിൽക്കുന്ന ആളായിട്ടുള്ള നരമുനിയും സരസ്വതിയും ഒക്കെ സ്മരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ആ ശ്ലോകം ഞാനിവിടെ പറയാൻ കാരണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അപ്പൊ നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. അപ്പൊ ഇനി ഈ മഹാഭാരതത്തിന് ആദ്യ ഒരു പേര് ജയസംഹിത എന്നാണ് ഇതിന്റെ പേര് ആദ്യം ഇട്ടിരുന്നത്. ജയകാവ്യം, ജയസംഹിത എന്നൊക്കെയാണ്. കാരണം ധർമ്മത്തിന്റെ ആത്യന്തികമായിട്ടുള്ള വിജയം നടന്നതുകൊണ്ട് നടക്കുമെന്ന് വ്യാസൻ അറിയാം. അതും ഇതിൽ പറയുന്നുണ്ട്. ഇനി പറഞ്ഞു തരുമോ മനസ്സിലാവും. അപ്പം നമുക്ക് ഇതിലോട്ട് കടക്കാം. തപസാ ബ്രഹ്മചര്യേണ യസ്യ വേദം സനാതനം ഇതിഹാസമിമം ചക്രേ പുണ്യം സത്യവതി സുധാ. ഇപ്പൊ അത്യധികമായ തപസ്സും കഠിനമായ ബ്രഹ്മചര്യവും മറ്റു വ്രതങ്ങളും അനുഷ്ഠിച്ച വ്യാസദേവൻ വേദപുരാണങ്ങളെ അല്ലെ വേദശാസ്ത്രത്തെ കടഞ്ഞെടുത്ത് അതിൽ നിന്നും സനാതനമായ വേദത്തെ കടഞ്ഞെടുത്ത് അതിൽ നിന്നും ഒരു ഇതിഹാസം സത്യവതി സുതൻ, വ്യാസദേവന്റെ അമ്മ സത്യവതി ദേവിയുടെ പുത്രനാണ് വ്യാസൻ. നമ്മൾ അതിലോട്ടൊക്കെ വരും ഇനിയിപ്പോ. അപ്പോ സത്യവതി പുത്രനായിട്ടുള്ള വ്യാസദേവൻ ചുമ്മാ പോയി ഇങ്ങനെ എഴുതിയതല്ല, വർക്ക് വേണ്ടിട്ട് ഇരുന്നപ്പോഴത്തേക്കും കിട്ടിയതൊന്നുമല്ല. അദ്ദേഹം കഠിനമായ തപസ്സും ബ്രഹ്മചര്യവ്രതവും ഒക്കെ അനുഷ്ഠിച്ച് അദ്ദേഹം അതിനുശേഷം അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ്. കൃതി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ചില പറയും ഈ പലരും പറയാറുണ്ട് ഭാരതം നടന്നത് വ്യാസന്റെ മനസ്സിലാണെന്ന്. അങ്ങനെയൊക്കെ പലതും കേൾക്കാറുണ്ട്. എങ്കിൽ ഇത് നടന്ന സംഭവങ്ങളാണ്. അപ്പോ ഇതിലെന്താ പറയുക, ഈ ഇതിഹാസം എങ്ങനെ ചമച്ചു അദ്ദേഹം വെറുതെ പോർന്ന് എഴുതിയല്ല. കഠിനമായ തപശ്ചര്യയുടെയും വ്രതത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ഒക്കെ അവസാനം അദ്ദേഹം എന്താ പറയാ ചെയ്ത ഒരു കൃതിയാണ് ഈ മഹാകാവ്യം.
അപ്പൊ ഇദ്ദേഹത്തിന് സാധാരണ നമുക്കറിയാം ഈ കാവ്യങ്ങളും അല്ലെങ്കിൽ സൃഷ്ടിയൊക്കെ ഉടലെടുക്കുന്ന എവിടെയാണ്? കലാകാരന്റെയോ കവിയുടെയോ ഹൃദയത്തിലാണ്. അപ്പൊ അന്ന് കാലങ്ങളിലൊന്നും അങ്ങനെ എഴുതി വെക്കുന്ന പരിപാടിയൊന്നും പൊതുവെ ഇല്ല അല്ലെ? ശ്രുതി ഗുരുപരമ്പര വഴിയായിട്ട് കേൾവിയായിട്ട് കേട്ട് താഴോട്ട് വരുന്ന ഒരു അവരോഹണ ക്രമത്തിൽ വരുന്ന ഒരു ജ്ഞാനമാണ് ശരിക്കും വൈദിക സമ്പ്രദായം അല്ലെ? വൈദിക സംസ്കാരം അങ്ങനെയാണ്. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരും മുനിമാരും ഒക്കെ വളരെയധികം ദീർഘ വീക്ഷണമുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്കറിയാം കലിയുഗത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇത്ര വലിയ ഓർമ്മശക്തിയും ബുദ്ധിയൊന്നും ശ്രീമദ് ഭാഗവതം പറയുന്നത് അല്ലെ? മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യ ഭാഗ്യം കുറവാണ്, ആയുസ് കുറവാണ്, കലിയുഗത്തെ ആൾക്കാർക്ക് ബുദ്ധിശക്തിയൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ മറന്നുപോകും ഇതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ എഴുതി വെക്കണമല്ലോ, എഴുതി വെച്ചല്ലേ മറന്നു, ഡോക്യുമെന്റ് ചെയ്യണം ഇതൊക്കെ അല്ലെ? അപ്പോ അദ്ദേഹം ആലോചിക്കും വ്യാസദേവൻ. അപ്പോഴാണ് അങ്ങനെ ചിന്തിരിക്കുമ്പോൾ ഉടൻ തന്നെ ഗുരു അവിടെ പ്രത്യക്ഷപ്പെടും. ഹിരണ്യഗർഭമാസീനം തമിസ്തു പരമാസനേ പരിവൃത്യാസനാഭ്യാസോ വാസുവേയ സ്ഥിതോ അഭവത്. അങ്ങനെ ശിഷ്യനായിട്ടുള്ള വ്യാസൻ ഇങ്ങനെ വ്യസനിച്ചിരിക്കുമ്പോ സ്വന്തം ഗുരുവായിട്ടുള്ള ഹിരണ്യഗർഭൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, സാക്ഷാൽ ബ്രഹ്മാവ്, നമ്മുടെ പരമ്പരയുടെ ആദ്യ ഗുരുവായിട്ടുള്ള അല്ലെ, പരമ്പരയിൽ ആചാര്യനായിട്ടുള്ള ആദ്യ ഗുരുവല്ല, ഭഗവാൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഗുരുവായിട്ടുള്ള ആചാര്യൻ, നമ്മുടെ സമ്പ്രദായത്തിൽ ഒരു ആചാര്യൻ, പൂർവ്വാചാര്യനായിട്ടുള്ള ബ്രഹ്മാവ്, ബ്രഹ്മദേവനോട് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ബ്രഹ്മാവിന് മനസ്സിലായി എന്താണ് ഇദ്ദേഹം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, എന്താണ് കാര്യം എന്ന് അറിയാനായിട്ട് വന്നാണ്. ഈ ശിഷ്യനെ അങ്ങനെ സഹായിക്കാം. അങ്ങനെയാണ് ഗുരുക്കന്മാർക്ക് അങ്ങനെയാണ്. ശിഷ്യന്മാര് ഒരു ദുഃഖഘട്ടത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ വ്യസനിക്കുമ്പോൾ ഗുരുക്കന്മാർ അവിടെ എത്തി മാർഗദർശനം കൊടുക്കാറുണ്ട്. നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു കൾച്ചർ തന്നെയാണ് നമ്മുടെ, അല്ലെങ്കിൽ നടക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ്. അപ്പൊ അനിജ്ഞാതോ അത കൃഷ്ണസ്തു ബ്രഹ്മണ പരമേഷ്ഠിന നിശസാദാനാഭ്യാസോ പ്രിയമാണ ശുചിസ്മിത. അങ്ങനെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഗുരു വന്നാൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ നമസ്കരിക്കണം. ഇദ്ദേഹത്തെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് ഗുരുവിന്റെ അടുത്ത് പോയി നിന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്നു. ഗുരുവിന്റെ അനുജ്ഞ കിട്ടിയ അടുത്തത് ഗുരുവിന്റെ അനുജ്ഞ അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഭാവത്തോടുകൂടി അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ബ്രഹ്മാവിരുന്ന ആസനത്തിന്റെ വ്യാസാസനം നമ്മൾ പറയുമെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരാണ്? ബ്രഹ്മദേവന്റെ ആ ഒരു ഗുരു ഇരിക്കുന്ന ആസനം, അവിടെ അതിന് തൊട്ടടുത്ത് ഗുരുവിന്റെ പെർമിഷനോട് കൂടിയാണ് വ്യാസദേവൻ തൊട്ടടുത്തിരിക്കുന്നത്. ഇരുന്ന് കഴിഞ്ഞു. അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ തന്നെ ഗുരുവിനെ കണ്ട് ഇത്രയും, നമുക്കറിയാം നമ്മുടെ ഗുരുമാരനെ കാണുമ്പോഴൊക്കെ നമുക്ക് എന്തുമാത്രം സന്തോഷം അല്ലെ? എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതി ആണ് ഒരു സ്വന്തം ആത്മീയ ഗുരു അടുത്ത് കിട്ടുമ്പോൾ. കാരണം ഗുരുവിന്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമുക്ക് വളരെയധികം ഒരു എന്താ പറയുക, ഒരു ആനന്ദം നമുക്ക് ഉണ്ടാവും. കാരണം ഈ ഗുരു എന്ന് പറയുന്ന അല്ല ആചാര്യന്മാര് സാക്ഷാൽ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ വഹിച്ചു കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കാണുമ്പോൾ നമുക്കും ആ ഒരു പരമാനന്ദം അനുഭവപ്പെടുന്നു. അപ്പൊ ഗുരുവിനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അവിടെ ഇരുന്നപ്പോ തന്നെ പിന്നെ പതുക്കെ അതിന് ചിരിച്ചു തുടങ്ങി, മന്ദസ്മിതം, മുഖത്ത് ആ സന്തോഷം. എന്റെ ഗുരു എത്തി, ഇനി എന്റെ വ്യസനത്തിനൊരു സമാധാനം കിട്ടും എന്നുള്ളൊരു ആശ്വാസം അതിന് മുഖം സുസ്മിതം, ശുചിസ്മിതം, നല്ല മന്ദസ്മിതം വന്നു തുടങ്ങിയാർക്ക് വ്യാസദേവന്. ഉവാച സമഹാതേജ ബ്രാഹ്മണം പരമേഷ്ഠിനം കൃതം മയേദം ഭഗവൻ കാവ്യം പരമപൂജിതം. അങ്ങനെ സ്വന്തം കാര്യം പറയണം. വ്യസനത്തിന്റെ കാരണം എന്താണ്? അല്ലയോ ഗുരുദേവ, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാവ്യം ഇങ്ങനെ ഉടലെടുത്തിട്ടുണ്ട്, അതെനിക്ക് വരും തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കണം. പക്ഷെ അത് ആരെഴുതും? ബ്രഹ്മൻ വേദരഹസ്യം സ്ഥാപിതം മയാ സാങ്കോപനിഷാം നിഷദാം ചൈവ വേദാനാം വിസ്തരക്രിയാഹം. ബ്രഹ്മൻ വേദരഹസ്യം യച്ഛാന്യത് സ്ഥാപിതം മയാ സാങ്കോപനിഷദാം ചൈവ വേദാനാം വിസ്തരക്രിയ. അല്ലയോ ഗുരുദേവ, ഞാൻ ബ്രഹ്മദേവ വേദരഹസ്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും എന്താ പറയുക ഉപനിഷത്തുകളും വേദാംഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ കൃതി എഴുതിയിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു കാവ്യമാണ് ഞാൻ ചമച്ചിട്ടുള്ളത്. ഇതിഹാസ പുരാണാനാം ഉന്മേഷ നിർമ്മിതം ചെയ്യത് ഭൂതം ഭവ്യം ഭവിഷ്യം ച ത്രിവിധം കാലസന്നിഹിതം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ ഭൂതകാലത്തിൽ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വ്യാസദേവൻ ത്രികാലജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഈ കഥയിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ അറിയാൻ പറ്റും, നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ത്രികാലത്തിലുള്ള കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് എന്ന് വ്യാസദേവൻ തന്നെ പറയാണ് സ്വന്തം ഗുരുദേവനോട്.
ഇങ്ങനെ എന്തൊക്കെയാ പിന്നെ ഉള്ളത്? ജരാമൃത്യു ഭയവ്യാധി ഭാവാഭാവ വിനിശ്ചയ വിവിധസ്യ ധർമ്മസ്യ ഹി ആശ്രമാണാം ച ലക്ഷണം. ഇതിൽ എന്തൊക്കെയാ ഈ പറയുന്ന ഈ ഗ്രന്ഥത്തില് എന്റെ കാവ്യത്തിൽ എന്തൊക്കെയാ ഞാൻ പറയുന്നത്? ജരാമൃത്യു ഭയവ്യാധി ഭാവാഭാവ വിനിശ്ചിത. ജന്മത്തിലെ നമ്മുടെ ഭൗതിലോകത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ, ഇതൊക്കെയാണ് കഷ്ടപ്പാടുകൾ. ജന്മം, വാർദ്ധക്യം, വ്യാധികള്, മൃത്യു, ഇതെല്ലാം ദുഃഖമാണ് അല്ലേ, നമുക്കറിയാം. പല പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്വഭാവങ്ങൾ, ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പിന്നെന്താ? വിവിധസ്യ ധർമ്മസ്യ, പലതരത്തിലുള്ള ധർമ്മങ്ങളെ പറ്റി അത് വളരെ വിസ്തരിച്ചു. ഇതെല്ലാം വേദങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഓരോരുത്തരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളായിട്ട് എടുത്ത് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഡെമോൺസ്ട്രേഷൻ ആണ് അല്ലേ? ഡെമോൺസ്ട്രേഷൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. വേദത്തിൽ ശ്ലോകങ്ങൾ പറഞ്ഞേക്കാളും ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് എന്തൊക്കെ ഉണ്ടായി, എങ്ങനെയൊക്കെയാണ് ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങളും അവരുടെ ധർമ്മങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിച്ചത് എന്നൊക്കെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം വിവിധസ്യ ധർമ്മ, പലതരത്തിലുള്ള ധർമ്മസ്യ, വിവിധസ്യ ധർമ്മസ്യ, പലതരത്തിലുള്ള ധർമ്മങ്ങൾ. എന്തൊക്കെ ധർമ്മങ്ങളുണ്ട് അല്ലെ? എന്താ പറയാ, പുത്രധർമ്മം, പിതൃധർമ്മം, രാജധർമ്മം, കുലധർമ്മം, അങ്ങനെ പറയുന്ന ക്ഷത്രിയധർമ്മം, വൈശ്യധർമ്മം, ശൂദ്രധർമ്മം, ആശ്രമാണാംശ അല്ലെ, വർണ്ണാശ്രമങ്ങളുടെ ധർമ്മം എന്തൊക്കെയാണ്? ഒരു സന്യാസിയുടെ ധർമ്മം എന്താണ്? ധർമ്മം എന്താണ്? വാനപ്രസന്റെ ധർമ്മം എന്താണ്? ബ്രഹ്മചാരിയുടെ ധർമ്മം എന്താണ്? അതുപോലെ ബ്രാഹ്മണ ധർമ്മം എന്താണ്? ക്ഷത്രിയ ധർമ്മം എന്താണ്? ശൂദ്രധർമ്മം എന്താണ്? വൈശ്യധർമ്മം എന്താണ്? ഇതൊക്കെ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഓരോ വ്യക്തികളിൽ കൂടെ നമുക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമ്പോഴത്തേക്കും, വിസ്തരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, ഓർത്തിരിക്കുകയും നമ്മൾ മറന്നു പോകില്ല അല്ലെ? കുട്ടികൾക്കായാലും ഒരു കഥ പറഞ്ഞു കൊടുത്താൽ അവർ പെട്ടെന്ന് കഥ രൂപത്തിൽ, ഇപ്പൊ കണ്ടില്ലേ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ തന്നെ, ഇപ്പം സയൻസിൽ തന്നെ പല കാര്യങ്ങളും കഥാരൂപത്തിലെ കുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഈ കഥയാകുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കും, കുട്ടികളായാലും വലിയവരായാലും. അപ്പോൾ കഥാരൂപത്തില്, കഥ നീ വീണ്ടും പറയുന്നതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ഇത് വ്യാസന്റെ മനോകൽപ്പനകളല്ല. അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം മനസ്സിൽ ഒരു സംസ്കൃത രൂപത്തിലാക്കി, കാവ്യരൂപത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ വേറെന്താ പറയണത്? ഈ ധർമ്മങ്ങളെ പറ്റി പറഞ്ഞു. വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ വിശദീകരണം പറയുന്നുണ്ട്. ചാതുർവർണ്ണി വിധാനം ച പുരാണം ച കൃതശ്ചനഃ തപസോ ബ്രഹ്മചര്യസ്യ പൃഥ്വ്യാശ്ച ചന്ദ്രസൂര്യോഃ ഗ്രഹനക്ഷത്രധാരാണാം പ്രമാണം ച യുഗേ സഹ ഋജോ യജുംഷി സാമാനി വേദാധ്യമം തദേവ ച. അപ്പൊ ചാതുർവർണ്ണത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി മറ്റു പുരാണങ്ങളെ പറ്റി പറയുന്നുണ്ട്. കൃതശ്ചന, അപ്പൊ കൃതയുഗം തുടങ്ങി യുഗങ്ങളെ പറ്റിയും, തപസ്, ബ്രഹ്മചര്യം, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഗോളങ്ങള്, നക്ഷത്രങ്ങള്, ഇതിന്റെയൊക്കെ പ്രമാണം, ഇതിന്റെയൊക്കെ അളവുകൾ, ഇങ്ങനെ പല കാര്യങ്ങളിനകത്ത് അദ്ദേഹം എന്താ പറയാ വിസ്തരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഗുരുവിനോട് പറയാണ്, സ്വന്തം കൃതിയെ പറ്റി സ്വന്തം ഗുരുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാ ഇതൊക്കെ പറയണമെന്ന് ഒരു കാരണമുണ്ട്. കാരണം ഇത് പറയുന്നത് എന്തിനാണ് ഞാൻ അടുത്ത് പറയാം. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യം വിശദീകരിച്ച് ഗുരുവിനോട് പറയുന്നത്? കാരണം ഇതിന് ഗുരുവിന്റെ സഹായം ആവശ്യമാണ്. അതിനാണ് ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ, ഒരാളത്ത് നമ്മളിപ്പോ നമ്മൾ പോയിട്ടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ മൊത്തം കാര്യങ്ങൾ, പ്രഭു ഇന്ന കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്, ഇന്ന തീയതിക്കുള്ളിൽ ഇന്ന ഇതെനിക്ക് ചെയ്തു തീർക്കണം. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹം ചെയ്ത്, എങ്കിൽ അദ്ദേഹം നമ്മുടെ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെ? നമ്മളൊരു സഹായം തേടി പോകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, എങ്ങനെ വേണ്ടത്, എപ്പോഴാണ് വേണ്ടത് കൃത്യമായിട്ട് പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മറ്റാൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും, അപ്പൊ നമുക്ക് സൂട്ടബിൾ ആവണമെന്നില്ല, നമുക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവണമെന്നില്ല, ഒരു ഉപയോഗശൂന്യമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ആണ് ഗുരു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ നമ്മുടെ ആത്മീയ ഗുരു അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ്, സ്പിരിച്വൽ ഗൈഡിനെ നമ്മൾ, ശിക്ഷാ ഗുരു, ദീക്ഷാഗുരു, ആരായാലും നമ്മളൊരു ഗൈഡൻസ് എടുക്കാൻ പോകുമ്പോൾ അവരോടൊന്നും മറച്ചു വെക്കരുത്. എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ വ്യക്തമായിട്ട് തന്നെ സംസാരിക്കണം. നമ്മൾ കുറെ കാര്യം മറച്ചു വെച്ച് കുറെ കാര്യം പറയുമ്പോൾ പ്രഭു അങ്ങനെ പറഞ്ഞു, എന്റെ ഗുരുമാർജ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അതിൽ കാര്യമില്ല. നമ്മൾ കാര്യം പറയുമ്പം കാര്യകാരണ സഹിതം വ്യക്തമായിട്ട് തന്നെ പറയണം. എങ്കിലും അവർക്ക് ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പകുതി അർത്ഥസത്യം പറഞ്ഞിട്ട് അതിന്റെ അനുസരിച്ച് അദ്ദേഹം ഒരു റിപ്ലൈ തന്നെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് പ്രശ്നമാകുമ്പോൾ പറയും, ഇദ്ദേഹം ഇന്ന ആളാണ് എനിക്ക് പറയാം, കഥാമതപ്പം എനിക്ക് പറഞ്ഞെന്നിങ്ങനെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ബ്രഹ്മാവിനടുത്ത് വ്യാസദേവൻ വളരെ വളരെ വിശദീകരിച്ചാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നതാണ്, ന്യായ ശിക്ഷ ചികിത്സ ദാനം പശുപദം തഥാഹം ഹേതുനേവ സമം ജന്മ ദിവ്യമാനുഷ സംഹിതം. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ന്യായം, ന്യായശാസ്ത്രം, ശിക്ഷ, ഇതൊക്കെ വേദാംഗങ്ങളാണ്. ശിക്ഷ, ചികിത്സ, ദാനം എന്താണ്, എങ്ങനെ ചെയ്യണം, പശുപദം എന്ന് ഉദ്ദേശിക്കുന്നത് അന്തര്യാമിയുടെ മഹിമ, ഈശ്വരന്റെ മഹിമ.
പിന്നെന്താ, ഈ ജന്മത്തിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് മനുഷ്യൻ ജനിക്കുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു, ഈ മനുഷ്യ ജന്മം എങ്ങനെ കിട്ടി, ഓരോരുത്തർക്ക് ഓരോ ശരീരം എങ്ങനെ കിട്ടുന്നു, ഇതിനെല്ലാത്തിന്റെ വിശദീകരണം ഇതിനകത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് വേദശാസ്ത്രങ്ങളുടെ ഒരു വ്യാഖ്യാനം തന്നെയാണ്. തീർത്ഥാനാം ചൈവ പുണ്യാനാം ദേശാനാം ചൈവ കീർത്തനം നദീനാം പർവ്വതാനാം ച വനാനാം സാഗരസ്യ ച. തീർത്ഥസ്ഥാനങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലെ, പുണ്യസ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്, പുണ്യതീർത്ഥങ്ങളെ പറ്റി പറയുന്നുണ്ട്, പുണ്യദേശങ്ങൾ, പുണ്യാനാം ദേശാനാം, അതായത് മഹത്തരമായിട്ടുള്ള പുണ്യദേശങ്ങളെ പറ്റി പറയുന്നുണ്ട്, നദികളെ, പുണ്യ നദികളെ പറ്റി പറയുന്നുണ്ട്, മഹത്തരങ്ങളായ പർവ്വതങ്ങളെ പറ്റി പറയുന്നുണ്ട്, മഹത്തരങ്ങളായ വനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പറയുന്ന പേരുകളും ഈ എന്തെങ്കിലും പറ്റി ഇവിടെ പറയുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പം തീർത്ഥസ്ഥലങ്ങള്, വനങ്ങള്, നദികള്, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് നമ്മുടെ സനാതന സംസ്കാരത്തിൽ. അതുകൊണ്ടാണ് ഇതിനൊക്കെ എടുത്തു പറയുന്നത്. പിന്നെ പുരാണാം ചൈവ ദിവ്യാനാം കൽപ്പാനാം യുദ്ധകൗശലം വാക്യജാതി വിശേഷാശ്ച ലോകയാത്രാക്രമശ്ചയഃ യച്ഛാഹി സർവശം വസ്തു തച്ഛൈവ പ്രതിപാദിതം പരനലേഹ കശ്ചിത് തേജസ്യ ഭുവി വിദ്യതേ. അദ്ദേഹം പറഞ്ഞിട്ട് പുരാണ ചൈവ ദിവ്യാന, അതായത് ദിവ്യങ്ങളായിട്ടുള്ള പട്ടണങ്ങൾ, ഡിവൈൻ സിറ്റീസ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. കൽപ്പശാസ്ത്രം, അതായത് യജ്ഞങ്ങൾ നടത്തുന്നതിനൊക്കെ അല്ലെ, യുദ്ധകൗശലം, എങ്ങനെയാണ് യുദ്ധതന്ത്രം, യുദ്ധശാസ്ത്രം, പിന്നെ വാക്യജാതി, അതായത് വിവിധതരം ഭാഷകളെ പറ്റി പറയുന്നുണ്ട്, ലോകയാത്രകളെ പറ്റി പറയുന്നത്. അങ്ങനെ ഇതിനകത്ത് പറയാത്തായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമാണെന്ന് പറയാം. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണ്? ഇനിയാണ് അദ്ദേഹം പ്രശ്നം പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ദുഃഖത്തിനുള്ള കാരണം എന്താണെന്ന് ഇനിയാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. എന്താണ്? പരം ന ലേഖക കശ്ചിദേതസ്യ ഭുവി വിദ്യതേ. അല്ലയോ ബ്രഹ്മദേവ, ഗുരുദേവ, ഇത്രയ്ക്കും വിസ്തരിച്ചുള്ള ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു കാവ്യം പുസ്തക രൂപത്തിലാക്കാനായിട്ട്, എഴുതി വെക്കാനായിട്ട്, വരും തലമുറയ്ക്ക് എഴുതി വെക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് ഭൂമിയിൽ പരം ന ലേഖകൻ, എഴുതാൻ ഒരാളെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഭൂമിയിൽ അങ്ങനെ ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗുരുദേവ എന്ന് പറയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറയാണ്, തപോ വിശിഷ്ടാദപി വൈ വിശിഷ്ടാൻ മുനി സഞ്ജയാത് മന്നേ ശ്രേഷ്ഠതരം ത്വം വൈരകസ്യാനവേദനാത്. അപ്പം സർവ തപസ്സികളിലും മുനിമാരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ്, എന്താ പറയാ, ജീവൻ, പരമാത്മാവ്, ഈ പ്രപഞ്ചം, ഇതിനെപ്പറ്റി ഇത്രയും വിശദമായിട്ടുള്ള തത്വങ്ങളെ ശരിയായി മനസ്സിലാക്കി ആണ് താങ്കൾ ഇത്രയും ഒരു കാവ്യം ചമച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതെഴുതാൻ അത്രയും ഉത്തമമായിട്ടുള്ള ആള് തന്നെ വേണം, അത് എനിക്ക് മനസ്സിലായി എന്ന് ബ്രഹ്മദേവൻ പറയാണ്. ബ്രഹ്മപ്രവൃത്തി സത്യം തേ വേദികാം ബ്രഹ്മവാദിനാം ത്വയാച കാവ്യ വ്യത്യുക്തം തസ്മാത് കാവ്യ ഭവിഷ്യതി. അപ്പൊ പറയാണ്, അദ്ദേഹം ബ്രഹ്മാവ് പറയാണ്, ഇത്രയും വളരെ മനോഹരമായിട്ട് എല്ലാ വേദരഹസ്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചാലിച്ച് കാവ്യമനോഹരമായിട്ട് വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്തു വച്ചേക്കുന്ന താങ്കൾ അധികം മഹാൻ തന്നെയാണ്. താങ്കൾ ഈ മഹത്തരമായ കൃതിയിൽ കൂടെ താങ്കളുടെ പ്രശസ്തി എന്താ പറയാ, കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കും എന്നുള്ള ഒരു അനുഗ്രഹം കൂടെ കൊടുക്കുകയാണ് ഗുരു, അല്ലെ. ഗുരു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹിച്ചു തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അസ്യ കാവ്യസ്യ കവയോന സമർത്ഥാ വിശേഷണേ ഗുഹസ്തസ്യ ശേഷാശ്രേവാശ്രമഃ കാവ്യസ്യ ലേഖനാർത്ഥായ ഗണേശ സ്മരിതാ മുനേ. ഇപ്പൊ ഗുരു പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഭൂമിയിൽ ആരുമില്ല, എനിക്ക് മനസ്സിലായി. ഇത്രയും വിശദീകരണം നൽകിയപ്പോൾ തന്നെ ബ്രഹ്മത്തിന് കാര്യം മനസ്സിലായി. ബ്രഹ്മദേവൻ പറഞ്ഞു, ഭൂമിയിൽ ആരുമില്ല, ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരാണ്? കാവ്യസ്യ ലേഖനാർത്ഥായ ഗണേശ സ്മരിതാ മുനേ. ശിവപാർവതി നന്ദനായിട്ടുള്ള ആ ഗണേശൻ, ദിവ്യൻ എന്താ പറയാ, കമ്പിലർ, എഴുത്തുകാരനായിട്ടുള്ള ലേഖകൻ, ദിവ്യനായിട്ടുള്ള ലേഖകനായിട്ടുള്ള ആ ഗണേശൻ, ഗണപതിയെ, വിഘ്നേശ്വരനെ സ്മരിച്ചോളൂ എന്ന് പറയുകയാണ് ആരാ? ബ്രഹ്മദേവൻ. ഏവമാഭാഷിതം ബ്രഹ്മ ജഗം സംനിവേശനം. ഇത്രയും പറഞ്ഞിട്ട് ഇത് പറയുന്നത് സൂതപൗരാണികൻ പറയാണ്. ഈ സംബോധന പറ്റി സൂതപൗരാണികൻ വിശദീകരിക്കുകയാണ്. അതിലോട്ട് വരാം നമുക്ക്. അപ്പോ ഏവമാഭാഷിതം ബ്രഹ്മ ജഗം സംനിവേശനം, അങ്ങനെയാണ് ആചാര്യന്മാരും മഹത്തുക്കൾ അങ്ങനെയാണ്. പറയേണ്ട കാര്യം പറയും, അവരോടൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും, അവിടെ നിൽക്കില്ല. പിന്നെ കൊടുക്കേണ്ട നിർദ്ദേശം കൊടുക്കും ശിഷ്യന്മാർക്ക്, ബാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്തത് അതിന്റെ ഫലം കണ്ടെത്തേണ്ടത് ശിഷ്യന്മാർക്കുള്ള കടമയാണ്, അല്ല അവരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെ. ഇത്രയും ഉപദേശം നൽകാനേ ഗുരുവിന് പ്രധാനമായിട്ട് സാധിക്കും. ശിഷ്യന്മാരാണ് അതെടുത്ത്
നിർദ്ദേശങ്ങൾ എടുത്ത് പാലിച്ച് അതിന്റെ ഫലത്തിലെത്തേണ്ടത് ഗുരു ഒരു വഴികാട്ടി ഗൈഡാണ്. അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. കാരണം ഗുരു പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അനുസരിക്കാതെയും ഗുരു പറഞ്ഞ വഴിക്ക് പോകാതെ വേറെ വഴിക്ക് പോയിട്ട് എന്റെ കാര്യങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥം. അപ്പൊ ഗുരു എന്ത് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയാ സ്വീകരിക്കണം. തീർച്ചയായിട്ടും നമുക്കതിന്റെ ഫലം ഉണ്ടാവും. തഥാ സസ്മാരഹേരംഭം വ്യാസസത്യവതീസുതഃ സ്മൃതമാത്രേ ഗണേശാനോ ചിന്തിതപൂരകാൻ തത്രാജഗാമ വിഘ്നേശോ വേദവ്യാസോ ഇതസ്ഥിതഃ പൂജിതോ ഉപവിഷ്ടശ്ച വ്യാസേനോക്തസ്തദ അനഘ. അപ്പോ ഉടൻ തന്നെ പിന്നെ വേസ്റ്റ് ചെയ്തില്ല സമയം. ഉത്തമ ശിഷ്യന്മാർ അങ്ങനെയാണ്. എന്നിട്ട് ഗുരു മഹാരാജ് അല്ലെങ്കിൽ ഗുരുദേവൻ ഒരു നിർദ്ദേശം കൊടുത്തു, ഉടൻ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. വേറെ സമയം വേസ്റ്റ് ആക്കില്ല. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ വിഘ്നേശ്വരനെ സ്മരിച്ചു. സ്മൃതമാത്രേ ഗണേശാനോ ഭക്തചിന്തപുരം. ഭക്തന്മാരുടെ അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള ആ വിഘ്നേശ്വരൻ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. തത്രാ ജഗാമ വിഘ്നേശോ വേദവ്യാസോ യഥസ്ഥിത. അപ്പൊ ഒരു ഗസ്റ്റ് വന്ന എന്ത് ചെയ്യും? നമ്മുടെ മഹത്തുക്കൾ എന്ത് ചെയ്യും? ആചാരപൂർവം പൂജിതോ ഉപവിഷ്ടശ്ച വ്യാസേനോക്തസ്തദാനഘ. ഹരേ കൃഷ്ണ. മ്യൂട്ട് ചെയ്യാമോ? അപ്പോ എന്ത് ചെയ്തു? ശൗനകനോട് സൂതപൗരാണികം പറയാം, ശുദ്ധാത്മാവായ ശൗനക, ഉടൻ തന്നെ വേദവ്യാസൻ ഗണപതിയെ സ്മരിക്കുകയും ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഗണപതി ഉടൻ പ്രത്യക്ഷനായി ആവുകയും ചെയ്തു. വ്യാസൻ മുന്നിൽ പ്രത്യക്ഷനായി. വ്യാസദേവൻ സ്നേഹാദരങ്ങളോടെ ഗണേശനെ സ്വാഗതം ചെയ്ത് പൂജിച്ചിരുത്തി എന്നിട്ട് ചോദിച്ചു. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഉടൻ ചാടിക്കറി അവരെ അടുത്ത് ചോദിക്കണം. ഇതിനൊക്കെ ഒരു യുക്തിയുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് ഓരോ വ്യക്തികളെയും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ശാസ്ത്രം ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. ഒരു മാനേഴ്സ് അല്ലേ? ഈ മാനേഴ്സ് ഒക്കെ നമ്മുടെ എന്താ പറയാ ഈ ഗ്രന്ഥങ്ങളിൽ പറയും, നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ചും ഈ മഹാഭാരതത്തിൽ എങ്ങനെയാണ് വ്യക്തികളോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചറിയേണ്ടത്, എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടത്. അപ്പൊ വിഘ്നേശ്വരൻ വന്നപ്പോൾ അത്രയും മഹത്തരമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ വ്യാസദേവൻ എന്ത് ചെയ്തു? പൂജിച്ച് ആനയിച്ച് ആസനം കൊടുത്ത് ഇരുത്തി, അല്ലേ? നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ അങ്ങനെ നമ്മൾ ഇരുത്തി വെള്ളം എന്തെങ്കിലും ജ്യൂസ് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങും, അല്ലേ? വന്നുടനെ നമ്മൾ ഡോറിന്റെ അവിടെ നിന്ന് സംസാരിച്ച് നമ്മുടെ കാര്യം ചോദിച്ചു മനസ്സിലായി, അങ്ങനെയല്ല. ഇതൊക്കെ ഓരോ രീതികളാണ്. എങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ അല്ലെങ്കിൽ വ്യക്തികളെ സ്വീകരിക്കേണ്ടത്, അവരോട്ട് എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ പറയാം. അപ്പൊ ആ സ്നേഹാദരങ്ങളോടെ വ്യാസദേവൻ ഗണേശനെ സ്വീകരിച്ചിരുത്തി പൂജിച്ച്, അറിയാലോ നമ്മൾ അതിഥി ദേവോഭവ, അതിഥിയായിട്ട് വരുന്ന ആളെ നമ്മൾ പ്രത്യേകിച്ച് വിളിച്ചു വരുത്തിയാണ്. അതിഥി അല്ലത്, അദ്ദേഹം വിളിച്ചു വരുത്തിയാണ്. അപ്പൊ അത്രയും നമ്മളൊരു ബഹുമാനം കൊടുത്തിരുത്തി അദ്ദേഹം പിന്നെയാണ് അത് ചോദിക്കുന്നത്. എന്താണ്? ലേഖകോ ഭാരതസ്യ ഭവത്വം ഗണനായകൻ മയേവ പ്രാച്യോ മാനസ്യ മനസാ കൽപ്പിതശജാൻ. അതായത് എന്റെ മനസ്സിൽ രചിക്കപ്പെട്ട ഈ ഭാരതകാവ്യം അങ്ങൊന്ന് എഴുതി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരാണ്? വ്യാസദേവൻ ഗണേശനോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഗണേശൻ വെച്ചാൽ ബുദ്ധി സിദ്ധിയുടെ ഒക്കെ അധിപനാണ്. അത്രയും ഒരു ഉന്നതമായ സ്ഥാനമാണ് മഹാദേവപുത്രനായിട്ടുള്ള ഈ ഗണേശനുള്ളത്. അതിബുദ്ധിമാനാണ്. അത് സിദ്ധികളൊക്കെ അധിപനായിട്ടാണ് പറയപ്പെടുന്നത് ഗണേശനെ. പലർക്കും അറിയില്ല. ഗണപതി അടുത്ത് പോയി 10 തേങ്ങ ഉടച്ചാൽ വിഘ്നം മാറും, അത്രമാത്രം നമുക്കറിയാം. പക്ഷെ വിഘ്നേശന്റെ ആ ഒരു പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ കുറെ ഉണ്ട് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ അങ്ങനെ ഒരാളെ തന്നെ അവിടെ നിയോഗിച്ചു, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തത്. ബ്രഹ്മദേവൻ അവിടെ സജസ്റ്റ് ചെയ്തതാണ് ശിഷ്യന് ഇങ്ങനത്തെ ആളുണ്ട് എന്ന്. അപ്പൊ ഗുരുവിന്റെ വാക്ക് അങ്ങനെ സ്വീകരിച്ച് വ്യാസദേവൻ ആ വഴിക്ക് തന്നെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഗണേശനോട് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചില്ല. എന്താ പറഞ്ഞത്? എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു രചിക്കപ്പെട്ട ഒരു മഹാകാവ്യമുണ്ട്. രചിക്കപ്പെട്ടെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ കാവ്യരൂപത്തിൽ ചമച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സങ്കല്പിച്ച് കാവ്യം അദ്ദേഹത്തിന്റെ ഭാവന എഴുതിയ കഥ അല്ല. ഹൃദയത്തിൽ ഈ ഒരു കാവ്യരൂപേണ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ലിഖിത രൂപത്തിലാക്കി തരണം, അങ്ങ് എഴുതി തരണം എന്ന് നമ്മുടെ ഈ ഗണേശനോട് അഭ്യർത്ഥിക്കുകയാണ് വ്യാസദേവൻ. ഇപ്പൊ ഗണേശൻ എന്ത് പറഞ്ഞു? ശ്രുതേതത് പ്രാഹ വിഘ്നേശോ യദി മേ ലേഖനീക്ഷണം ലിഖിതോ നാവതിഷ്ഠേതാൻ തഥാസ്യാം ലേഖകോ ഹി അഹം. എന്ത് പറഞ്ഞു? ഞാൻ എഴുതിത്തരാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു നിമിഷം പോലും അവിടെ ഒരു
ഇടവേള വരാൻ പാടില്ല. എന്റെ തൂലിക ചലിച്ചുകൊണ്ടിരിക്കും, താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും നിമിഷം അത് നിന്നുപോയാൽ ഞാൻ അപ്പം എഴുത്ത് നിർത്തും. അല്ലെ, നമ്മൾ ആർക്കെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അവർ കണ്ടീഷൻ അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ട് അവർ ഏറ്റെടുക്കുള്ളൂ അല്ലെ. ഞാൻ ഇത്ര ദിവസം വരും, വീക്ക്ലി ഓഫ് വേണം, 9 to 5 ജോലി, ഉച്ചയ്ക്ക് 1/2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അല്ലെ, എന്റെ സാലറി ഇത്രയാണ്, എങ്കിലേ ഞാൻ വരൂ, അതിന്റെ TA DA ബാറ്റ ഇതൊക്കെ വേണം, അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഒരു ജോലി. അതുപോലെ തന്നെ ഏറ്റെടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഇദ്ദേഹം വയ്ക്കുകയാണ്, എന്താണ്, എഴുതാം ഞാൻ, പക്ഷേ ഒരു നിമിഷം പോലും അവിടെ ഇടവേള വരാൻ പാടില്ല, ഒരു ക്ഷണം പോലും ഇടവേള വരാൻ പാടില്ല. അപ്പൊ വ്യാസൻ എന്ത് പറഞ്ഞു? വ്യാസോ അപ്യുവാചാതം ദേവമബുദ്ധ്വാ മാലിഹ ക്വചിത്. അപ്പൊ എന്ത് പറഞ്ഞു? വ്യാസദേവനും ബുദ്ധിമാനാണല്ലോ അല്ലെ, ഭഗവാന്റെ സ്വയം ജ്ഞാനാവതാരം തന്നെയാണല്ലോ വ്യാസദേവൻ. വ്യാസദേവൻ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറഞ്ഞ ഒരു വാക്ക് പോലും അർത്ഥം മനസ്സിലാക്കി എഴുതാൻ പാടില്ല. അപ്പൊ തിരിച്ച് ചെക്ക് വെച്ചു. അപ്പൊ രണ്ടും, അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ശരി, ഓക്കെ ശരി എന്ന് ആരും പറഞ്ഞു. അവർക്ക് എന്താ പറഞ്ഞു? ഓം ഇത്യുക്താം ഗണേശോപി ബഭൂവ കില ലേഖഃ. അങ്ങനെ ഗണേശൻ ഈ ഒരു മഹാഗ്രന്ഥത്തിന്റെ മഹാകാവ്യത്തിന്റെ ലേഖകനായിട്ട് ചാർജ് എടുത്തു. തച്ഛലോക കൂടമധ്യാവി ഗ്രഥിതം സുദൃഢം മുനേഹി ഭോക്തും ന ശക്യതേ അർത്ഥസ്യ ഗൂഢത്വാത് പ്രാശിതസ്യ ച. അങ്ങനെ ഗൂഢവും ഗംഭീരമായിട്ടുള്ള ആ ശ്ലോകങ്ങളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള എന്താ പറയാ, ഗണേശന് കുറച്ച് സമയം എടുത്തു. ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അദ്ദേഹത്തിന് വേണ്ടി വന്നു. അപ്പോ ഇദ്ദേഹം ഗൂഢമായിട്ടുള്ള ഇതിൽ പറയുന്ന ഇത്രയും ഗൂഢമായിട്ടുള്ള ഈ കാവ്യത്തിന്റെ ഓരോ വാക്കർത്ഥങ്ങൾ ഇപ്പോഴും ഭേദിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ സൂതപൗരാണികൻ ശൗനകരോട് പറയാണ്. അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ ഇന്നത്തെ കാലത്ത്. അതായത് സൂതനും ശൗനകരും സംസാരിക്കുന്ന സമയത്ത് അവൻ പറയാണ്, ഈ കാലഘട്ടത്തിൽ പോലും അതിന്റെ ഗൂഢമായ അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതിന്റെ അർത്ഥം ഭേദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാം. സർവജ്ഞോപി ഗണേശോ യത് ക്ഷണമാസ്തേ വിചാരയൻ താവച്ചകാര വ്യാസോപി ശ്ലോകാന്യൻ ബഹൂനബീൻ. സർവജ്ഞനായിട്ടുള്ള ഗണപതിയാണ്, സർവജ്ഞൻ അല്ലെ, സിദ്ധി ബുദ്ധികളുടെയൊക്കെ അധിപനായിട്ടുള്ള ആ ഗണേശൻ പോലും, സർവജ്ഞോപി ഗണേശോയ ക്ഷണമാസ്തേ വിചാരൻ, ഒരു ക്ഷണം ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഇതിന് എഴുതാൻ പറ്റൂ. കാരണം എഴുതാൻ പറ്റില്ല, അപ്പൊ ഇത് അർത്ഥം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയം അതിന് ചിന്തിക്കേണ്ടി വന്നു ഓരോ ശ്ലോകങ്ങൾ ഇടയ്ക്കായിട്ട്. അപ്പൊ ആ കിട്ടിയ ഗ്യാപ്പില് ഇദ്ദേഹം അങ്ങനെ നിർഗളമായിട്ട് ഇങ്ങനെ ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യാസദേവൻ. നമുക്കിപ്പോഴും മാനാഗാവില് ഉത്തരാഖണ്ഡില് ഏതാണ്ട് നമ്മുടെ ബദ്രികാശ്രമത്തിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ വ്യാസഗുഹയും ഗണപതി ഇരുന്ന് എഴുതിയ ഗുഹയും കാണാം. അവർ പറയുന്നത് അടുത്തടുത്ത് നല്ല എഴുതിയത്. ഒരു ഗുഹയിൽ ഇരുന്ന് വ്യാസദേവൻ പറയും, മറ്റൊരു ഗുഹയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം എഴുതുന്നതാണ്. 2 ഗുഹയായിട്ടാണ് കാണുന്നത്, കുറച്ച് ദൂരം ഉണ്ട് ആ 2 ഗുഹകളും തമ്മിൽ. അതെന്തായിക്കോട്ടെ. അപ്പോ ഇത്രയും സർവജ്ഞനായിട്ടുള്ള വിഘ്നേശ്വരന് പോലും ഒരു നിമിഷം, ഒരു സെക്കൻഡ് ചിന്തിക്കേണ്ടി വന്നു. ഈ കിട്ടിയ ഗ്യാപ്പിൽ വ്യാസദേവൻ വീണ്ടും നല്ല കട്ടിയായിട്ടുള്ള ശ്ലോകങ്ങളും, അത് വെറുതെ ഇങ്ങനെ ശ്ലോകം പറയില്ല, ആ ശ്ലോകത്തില് വൃത്തങ്ങളും അതിമനോഹരമായ വൃത്തങ്ങളും അലങ്കാരങ്ങളും ഉപമകളും ഒക്കെ വെച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അങ്ങനെ ആ എഴുത്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ മഹാഭാരതം എന്നൊരു ഗ്രന്ഥം, ഒരു മഹാകാവ്യം ഗ്രന്ഥരൂപേണ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അജ്ഞാനതിമിരാന്തസ്യ ലോകസ്യ വിചേഷ്ടതഃ ജ്ഞാനാഞ്ജന ശലാഘാഭിർ നേത്രോന്മീലനകാരകം ധർമാർത്ഥ കാമമോക്ഷാർത്ഥേ സമാസ വ്യാസകീർത്തനേ തഥാ ഭാരത സൂര്യേണ നൃണാം വിഹീനതം തമഃ. അപ്പൊ അജ്ഞാനതിമിരാന്തസ്യ, ഈ അജ്ഞാനമാകുന്ന തിമിരം, ഇരുട്ട്, എന്നെ മാറ്റുന്ന ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു പന്തം ആയിട്ടിവിടെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു വെറും പന്തം മാത്രമല്ലെന്നും പറയുന്നത് അടുത്ത വരിയില്. പന്തത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഭാഗത്ത് മാത്രം നമ്മൾ ആ പന്തം പിടിക്കുന്ന സ്ഥലത്ത് മാത്രം കുറച്ച് ഇരുട്ട് മാറി കിട്ടും അല്ലെ. പക്ഷെ ആ ഒരു ഉപയോഗം മാത്രമല്ല, ഇത് മനുഷ്യരാശിക്ക് ധർമ്മം, ചതുർവിധ പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4നെ പറ്റി വിശദമായിട്ട് വേദശാസ്ത്രങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഉദാഹരണ സഹിതം വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷാർത്ഥേ സമാസ വ്യാസകീർത്തനേ തഥാ ഭാരത സൂര്യേണ നൃണാം വിഹീനതം തമഃ. അപ്പൊ എന്താണ്?
ഭാരതമാകുന്ന മഹാഭാരതമാകുന്ന ഈ മഹാകാവ്യം ആകുന്ന സൂര്യൻ, സൂര്യനെ നിരണം. ആ സൂര്യനെ കൊണ്ട് മനുഷ്യന്റെ താൽക്കാലിക ഇരുട്ട് മാത്രം, നിശാന്തത മാത്രമല്ല മാറുന്നത്, ആ രാത്രി മാറി അവിടെ ഒരു പകലായിട്ട് മാറുകയാണ് ആ സൂര്യനെ കൊണ്ട്, അല്ലെ? സൂര്യൻ വന്നാലേ അവിടെ രാത്രി പകലാവും, അല്ലെ? അല്ലാതെ ടോർച്ച് ഉപയോഗിക്കാം. ടോർച്ചിനൊരു പരിമിതിയുണ്ട്, കുറച്ച് ഭാഗത്ത് മാത്രമേ. പക്ഷെ ഇത് അങ്ങനെയുള്ള ടോർച്ച് മാത്രമല്ല, ടോർച്ചുമാണ്, അതേസമയം തന്നെ ഇത് സൂര്യനുമാണ്. അപ്പൊ മൊത്തത്തില് തുടക്കത്തിൽ ചെറിയ ടോർച്ച് പോലെ തോന്നിയാലും പിന്നീട് അതൊരു വലിയൊരു സൂര്യസമാനമായിട്ടുള്ള പ്രകാശം വിതറി നമ്മുടെ അന്ധത, അല്ലെ, ഇരുട്ട്, രാത്രി, ഇതൊക്കെ അജ്ഞതയുടെ പ്രതീകങ്ങളാണ് നമ്മൾ എപ്പോഴും അവതരിപ്പിക്കാറ്. അപ്പൊ അങ്ങനെയുള്ള ഈ അജ്ഞത മാറ്റി, അതിന് നമ്മുടെ ജീവിതത്തിന്റെ രാത്രി മാറ്റി വെളിച്ചമാകുന്ന പകലിനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മഹാഗ്രന്ഥമാണ്. ഇനി നിങ്ങൾ പറയൂ, ഈ മഹാഭാരതം, ഇത്രയും മഹത്വങ്ങളുള്ള ഈ മഹാഭാരതം വീട്ടിൽ വായിക്കാമോ? വായിക്കാൻ പാടില്ലേ? വെക്കാൻ പാടുണ്ടോ? വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറയൂ. ഹരേ കൃഷ്ണ. ഇങ്ങനെയുള്ള മഹാഭാരതം നമ്മൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണോ? ഈ മഹാഭാരതം കാരണമാണോ വീട്ടിൽ വഴക്കും ബഹളം ഉണ്ടാവുന്നത്? ഇത് പഠിക്കണോ വേണ്ടേ? പഠിക്കേണ്ടതാണോ പഠിക്കേണ്ടതാണോ? നമസ്തേ. തീർച്ചയായും പഠിക്കേണ്ടതാണ്, തീർച്ചയായും പഠിക്കേണ്ടതാണ്. അത് വീട്ടിൽ വെച്ചത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് അങ്ങനെയല്ല. മഹാഭാരതത്തിന് ഇങ്ങനെ, നിങ്ങൾ എന്താന്ന് വെച്ചാല് ഈ വല്ലവരും പറയണ കേട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഈ മഹാഭാരതം ഒരിക്കലും തുറന്ന് നോക്കിയിട്ടില്ല. അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ശ്ലോകങ്ങളെല്ലാം മഹാഭാരതത്തിൽ നിന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ. അല്ലെ, ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല ഈ ശ്ലോകങ്ങൾ. ക്ഷമ്യത. ഇത് മഹാഭാരതം മാത്രമല്ല, രാമായണത്തിലെ യുദ്ധകാന്ഡം വായിക്കരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് യുദ്ധകാന്ഡം വായിച്ചാൽ യുദ്ധം ഉണ്ടാകുന്ന പറയണേ രാമായണത്തില്. സമാധാനമാണ്. ഭാര്യ ഭർത്താവ് ഭയങ്കര എന്താ പറയുന്ന രമ്യതയിലാണ്. ഇതിന്റെ ഒരു കുറവ് ഇതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ ഈ ശ്ലോകം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇവര് ശിഷ്യന്മാർക്ക്, ഉത്തമ ശിഷ്യന്മാർക്ക് പറഞ്ഞു വ്യാഖ്യാനിച്ചും ഈ ശ്ലോകം എത്രയായിട്ട് മാറിയെന്ന് അറിയാമോ? ഇത് 60 ലക്ഷം ശ്ലോകങ്ങളായിട്ട് മാറി. അതിൽ 60 ലക്ഷം ശ്ലോകങ്ങളില് 30 ലക്ഷം ശ്ലോകങ്ങള് ദേവലോകത്ത് കൊടുത്തു പ്രചരിപ്പിക്കാനായിട്ട്. പിന്നെ 15 ലക്ഷം ശ്ലോകങ്ങള് പിതൃലോകത്ത് കൊടുത്തു. പിന്നെ 14 ലക്ഷം ശ്ലോകങ്ങള് ഗന്ധർവലോകത്ത് കൊടുത്തു. ബാക്കി എത്ര? ഹരേ കൃഷ്ണ. ആരും പറയുന്നില്ല. 60 ലക്ഷം ഉണ്ടായിരുന്നു. 1 ലക്ഷം. 30 ലക്ഷം 1 ലക്ഷം. ബാക്കി എത്ര? 1 ലക്ഷം. അത് ആർക്ക് കൊടുത്തു? ഭൂമിക്ക് മനുഷ്യന്മാർക്ക് കൊടുത്തു, അല്ലെ? മനുഷ്യന്മാർക്ക് വേണ്ടി കൊടുത്തു. ദേവലോകത്ത് ഇതിന്റെ പ്രചാരം ഏറ്റെടുത്ത ആരാണ്? എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആരായിരുന്നു? നാരദ മുനി, അല്ലെ? അതിന് എവിടെ വേണമെങ്കിലും പോവല്ലോ, അല്ലെ? ഈ 15 ലക്ഷം ശ്ലോകങ്ങളുള്ള പിതൃലോകത്ത് അസിത ദേവലൻ, അല്ലെ? അസിത ദേവല കേട്ടിട്ട് നമ്മള് ഗീതയിൽ തന്നെ പറയുന്നില്ലേ, അസിതോ ദേവലോ വ്യാസോ, അല്ലെ? അസിത ദേവലനാണ് ഈ പിതൃലോകങ്ങളിൽ ഇതിനെ പ്രചരിപ്പിച്ചത്. പിന്നെ 14 ലക്ഷം ശ്ലോകങ്ങള് ഗന്ധർവലോകത്ത്, അവിടെ ഗന്ധർവന്മാർക്ക്, യക്ഷരാക്ഷസ ഗന്ധർവന്മാർക്കെല്ലാം ഇത് പ്രചരിപ്പിച്ചു കൊടുത്തത് ശുഗമുനിയാണ് ഇത് അവിടെ പ്രചരിപ്പിച്ചത്. ബാക്കി 1 ലക്ഷം ശ്ലോകങ്ങൾ മനുഷ്യന്മാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് ഏൽപ്പിച്ച ആരെയാണ്? വ്യാസദേവൻ. ആർക്കെങ്കിലും പറയാമോ? ആർക്കാണെങ്കിലും പറയാം. ഡീലർഷിപ്പ് കൊടുത്ത ആർക്കാണ് ഭൂമിയില്? ആർക്കെങ്കിലും പറയാമോ? നാരദ മഹർഷി ദേവലോകത്ത് ഓൾറെഡി കൊടുത്തു. വ്യാസദേവൻ ഇല്ല, വ്യാസദേവൻ നേരിട്ട് ചെയ്തില്ല. സ്വന്തം ശ്രീശുകനാണോ? ശുഗൻ ആൾറെഡി ഗന്ധർവലോകത്ത് യക്ഷരാക്ഷസ ഗന്ധർവന്മാർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്, ബിസിയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇതിനെ പറ്റി. സൂതഗോസ്വാമി പറഞ്ഞു, പക്ഷെ അത് സൂതൻ മുമ്പ് ആദ്യമായിട്ട് കേട്ടിട്ടില്ലേ? നമ്മുടെ സഹസ്രനാമത്തിലൊക്കെ പറയുന്നിട്ടില്ലേ? വൈശമ്പായനോ വാച ധർമ്മേന ശേഷേണ എന്ന് പറയുമ്പോൾ ആ വൈശമ്പായനൻ ആരാണ്? വൈശമ്പായൻ ആരാണ്? അതെ, വ്യാസൻ 4 വേദങ്ങൾ പ്രചരിപ്പിക്കാൻ 4 ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അതുപോലെ വൈശമ്പായനെ ഈ
മഹാഭാരതത്തിന് വേറൊരു പേരുടെ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? വളരെ പ്രശസ്തമാണ് ആ പേര്. കൃഷ്ണദൈവായനൻ ആണോ? മഹാഭാരതത്തിന് വേറൊരു പേരുടെ ഉണ്ട്. ജയസംഹിത എന്നൊരു പേരുണ്ട്. അതല്ലാതെ വേറൊരു പേരുണ്ട്. വേറൊരു സംബോധന പറയും, ഒരു പേര് പറയാറുണ്ട്. ജയം. ആർക്ക് വേണോ പറയാം. ജയം എന്നല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ജയസംഹിത ഞാൻ പറഞ്ഞു. അതല്ല, അല്ലാതെ ഒരു വിശേഷണം പറയാറുണ്ട്. പഞ്ചമവേദമാണോ? പഞ്ചമവേദം അല്ലേ? 5ാമത്തെ വേദമാണ് പഞ്ചമവേദം. എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാല് ഈ ചതുർവേദങ്ങളിലുള്ള കാര്യങ്ങള് ഉദാഹരണ സഹിതം വ്യാഖ്യാന സഹിതം പറയുന്നു. വിശദമായിട്ട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ചെയ്യാമോ? ഹരേ കൃഷ്ണ. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ വൈശമ്പായനാണ് ആദ്യമായിട്ട് മഹാഭാരതം പാരായണം ചെയ്യുന്നത്. ആരാണ്? വൈശമ്പായനാണ്. എവിടെയാണ്? ജനമേജയന്റെ സർപ്പസത്രത്തിൽ. ഓക്കെ. അന്ന് കാലങ്ങളിൽ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പാരായണം ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു മഹായജ്ഞങ്ങളുടെ ഇടയിലൊക്കെ. ഇപ്പം എന്താണ് പ്രോഗ്രാം? അന്നദാനം, സിനിമാരി ഡാൻസ് ഒക്കെയാണ് അതിന്റെ ഇടയിലുള്ള പ്രോഗ്രാംസ്. പണ്ട് അങ്ങനെയല്ല. മഹായജ്ഞങ്ങളുടെ ഇടയിൽ മഹായജ്ഞങ്ങളും ചന്തകൾ ഉത്സവങ്ങൾ തന്നെയാണ്. അന്ന് ഇതൊക്കെയാണ് അവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പാരായണം ചെയ്യാൻ, വിശദീകരിച്ച് ചർച്ച ചെയ്യുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ. അന്ന് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യലോകത്ത് വൈശമ്പായനാണ് ആദ്യമായിട്ട് ജനമേജയന്റെ സർപ്പയജ്ഞത്തില് ആദ്യമായിട്ട് ഇത് പാരായണം ചെയ്തു. ഈ പാരായണം ചെയ്യുമ്പോൾ അവിടെ വ്യാസദേവനും ഉണ്ടായിരുന്നു എന്നാണ് അല്ലെ? എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അല്ലെ? ആ സമയത്ത് മുതുമുത്തച്ഛനായിട്ടുള്ള വ്യാസദേവനെ കണ്ടിട്ട് ജനമേജയൻ വളരെ സന്തോഷപ്പെട്ടിട്ട് ചോദിക്കും, എന്റെ പൂർവികരുടെ കഥ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ വ്യാസദേവനാണ് സ്വന്തം ശിഷ്യനായിട്ടുള്ള വൈശമ്പായനെ ഏർപ്പെടുത്തുന്നത്. എന്നിട്ട് വ്യാസദേവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതാണ് ഇതിൽ പറയുന്നത് ഭൂതം, ഭവിഷ്യത്, വർത്തമാനം. ഈ 3 കാര്യങ്ങൾ ഇവിടെ ത്രികാലങ്ങളെ പറ്റി ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. അതാണ് പുസ്തകത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത. ഇതില് സമയമായോ? നിർത്താമോ? അതോ ഹരേ കൃഷ്ണ ഒരു 5 മിനിറ്റ് കൂടെ പറയാമോ കഥാമ പ്രഭു? പ്രഭുജി 7 o'clock ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. 55 നിർത്താമോ നമുക്ക്? അതോ ആയിക്കോട്ടെ പ്ലീസ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആവും പ്രഭു, അതുകൊണ്ടാണ്. അടുത്ത് നമ്മൾ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെ പറ്റി പറയണം. ദുര്യോധനോ മന്യമയോ മഹാദ്രുമഃ സ്കന്ദകർണ ശകുനിസ്തസ്യ ശാഖ ദുശാസന പുഷ്പഭോ ഫലേ സമൃദ്ധോ മൂലം രാജാ ധൃതരാഷ്ട്രോ അമാനിഷി. മഹാഭാരതത്തിൽ കഥയിൽ വരുന്ന പ്രധാന കഥാപാത്രങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പ്രധാന കഥാപാത്രങ്ങൾ അല്ലെ? ഒരു സിനിമ കാണുമ്പോൾ കാണിക്കല്ലേ പ്രധാന കഥാപാത്രങ്ങൾ അല്ലെ? കഥാപാത്രം അവതരിപ്പിച്ചവർ എന്നൊക്കെ. അതുപോലെ കഥാപാത്രങ്ങളിൽ ആദ്യമായിട്ട് പറയണം ഇവിടെ. ദുര്യോധനോ മന്യമയോ മഹാദ്രുമ. ദുര്യോധനൻ എന്ന് പറയുന്നൊരു മഹാവൃക്ഷം, ഒരു വലിയൊരു ദ്രുമംശ വൃക്ഷം, മരം, വൻമരം അല്ലെ? വൻമരം മലയാളത്തിൽ പറഞ്ഞാല്. മന്യമയോ ക്രോധം കൊണ്ടുണ്ടാക്കിയ മരമാണ് അല്ലെ? ദേഷ്യവും പകയും ഒക്കെ നിറഞ്ഞ ഒരു മഹാവൃക്ഷം ആണ് ദുര്യോധനൻ. ആ ദുര്യോധനന്റെ ആ മരത്തിന്റെ ശാഖകൾ ആരൊക്കെയാണ്? കർണനും ശകുനിയുമാണ് മരത്തിന്റെ ശാഖകൾ, കൊമ്പുകൾ. ദുശാസന പുഷ്പഫല, ദുശാസനാദികളാണ് അതിന്റെ പുഷ്പങ്ങളും ഫലങ്ങളും, സമൃദ്ധമായ പുഷ്പഫലങ്ങളും. മൂലം രാജാ ധൃതരാഷ്ട്രോ അമാനിഷി. അപ്പൊ ആരാണ് ഈ ധൃതരാഷ്ട്രൻ? മനുഷ്യത്തൊട്ടില്ലാത്ത ധൃതരാഷ്ട്രനാണ് ഈ മരത്തിന്റെ വേര്. അപ്പൊ നമുക്ക് മനസ്സിൽ ഈ മരം എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ആ കുലം നശിക്കാരണം എന്താണ്? ധൃതരാഷ്ട്രനാണ് ആ മരത്തിന്റെ വേര് അല്ലെ? അനുസരിച്ച് വേര് വലിച്ചെടുക്കുന്ന എന്താണ് പോഷണങ്ങളും ഇത് കാര്യങ്ങളും ആണല്ലോ മരത്തിനെ പുഷ്ടിപ്പെടുത്തുന്നത്, നശിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ ഈ വേര് തന്നെ ശരിയല്ലേ ഇവിടെ? യുധിഷ്ഠിരോ ധർമ്മമയോ മഹാദ്രുമഃ സ്കന്ദേ അർജുനോ ഭീമസേനോ അസ്യ ശാഖാ മാദ്രീസുതോ പുഷ്പഫലേ സമൃദ്ധിം മൂലം കൃഷ്ണോ ബ്രഹ്മച ബ്രാഹ്മണശ്ച. അപ്പോ ഈ യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് ഒരു ധർമ്മവൃക്ഷമാണ്. ധർമ്മം കൊണ്ടുണ്ടാക്കിയ ഒരു വൃക്ഷമാണ് യുധിഷ്ഠിരൻ. ധർമ്മപുത്രൻ തന്നെ പേരല്ലേ? അപ്പം അതിന്റെ ആ മഹാധർമ്മത്തിന്റെ ശാഖകൾ അർജുനനാണ്. അതിന്റെ ശാഖ, പ്രധാന ശാഖ എന്ന് പറയുന്നത്
അതിന്റെ ചില്ലകള് ഭീമനാണ്. മാതൃനന്ദനന്മാര് ആരൊക്കെയാണ്? നകുല സഹദേവന്മാര് അതിന്റെ ഫലസമൃദ്ധമായ പുഷ്പങ്ങളും ഫലങ്ങളുമാണ്. വേര് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനും വേദങ്ങളും ബ്രാഹ്മണരുമാണ്. അപ്പൊ രണ്ട് മരങ്ങളുടെയും വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. കാരണം റൂട്ട് അല്ലെ, എന്താ പറയുക, റൂട്ട് അല്ലെങ്കിൽ വേര്. ഈ വേരെന്ന് പറയുന്നത് പഞ്ചപാണ്ഡവരുടെ വേരെന്ന് പറയുന്ന ആരാണ്? കൃഷ്ണനും വേദവും ബ്രാഹ്മണരുമാണ്. പക്ഷെ കൗരവന്മാരുടെ വേരാരാണ്? എന്താ പറയാ, അത്യാഗ്രഹവും അസൂയയും സ്വജനപക്ഷപാതവും ഒക്കെ നിറഞ്ഞ ഒരു ശരിക്കും ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ധൃതരാഷ്ട്രരാണ് ആ മരത്തിന്റെ വേര്. അപ്പം നമ്മൾ പറയുമല്ലേ, തല പോകുന്നിടത്തേക്ക് വാല് പോകുമെന്ന് പറയും പോലെ. അപ്പോ ഈ പഞ്ചപാണ്ഡവർ ആരെ അധിഷ്ഠിതമായിട്ടാണ് ജീവിച്ചത്? ഭഗവാനെയും വേദങ്ങളെയും അതുപോലെ ബ്രാഹ്മണരെയും അടിസ്ഥാനമാക്കിയാണ് അവർ ജീവിച്ചത്. മറ്റുള്ളത് കൗരവര് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് രണ്ടുപേർക്കും അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ കാരണം ഇവിടെ ആദ്യമേ പറയുന്നുണ്ട് അല്ലെ. വിസ്തരം കുരുവംശ, പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്? വിസ്തരം കുരുവംശസ്യ ഗാന്ധാര്യ ധർമ്മശീലതാം ശത്രുപ്രജ്ഞാം ധൃതികുന്ത്യ സമ്യക് ദ്വൈപായനോ ഭവീത്. എന്തൊക്കെ പറയുന്നുണ്ട് ഇതില്? വാസുദേവസ്യ മഹാത്മ്യം പാണ്ഡവാനാം ച സത്യതാം ദുർവൃത്തം രാഷ്ട്രരാഷ്ട്രാണാം ഉക്തവാൻ ഭഗവാൻ ഋഷി ഇതം ശതസഹസ്രം ദു ലോകാനാം പുണ്യകർമ്മണ ഉപാഖ്യാനേ സഹജ്ഞേയ മധ്യം ഭാരതമൊത്തം. ഇപ്പം മഹാഭാരതം പഠിക്കാൻ വേണ്ടി എന്നുള്ള വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അത് പറയുന്ന വിഷയങ്ങൾ? എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മറ്റു വിഷയങ്ങൾ? കുരുവംശത്തിന്റെ ചരിത്രം വിശദമായിട്ട് പറയുന്നുണ്ട്. ഗാന്ധാരിയുടെ ധർമ്മശീലത, ധർമ്മം. ശക്തു എന്ന് വെച്ചാൽ വിതുരൻ, വിതുരന്റെ പ്രജ്ഞ, ബുദ്ധിവൈഭവവും ധർമ്മശീലതയും അല്ലെ. യമധർമ്മന്റെ ഒരു അംശാവതാരമായിട്ടല്ല പറയപ്പെടുന്നത്. ശക്തു എന്ന് പറയുന്നത് വിതുരരാണ്. പിന്നെ ധൃതികുന്ത്യ, കുന്തിയുടെ ധൈര്യം അല്ലെ. നമ്മൾ ഇനി മുമ്പോട്ടും പറയാൻ പറ്റും കുന്തി ദേവിയുടെ ധൈര്യം എന്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റും. കുന്തി, നമ്മുടെ ഭാഗവതത്തിൽ കുന്തി പ്രയറൊക്കെ, കുന്തി സ്തുതിയൊക്കെ കാണാൻ നമുക്കറിയാം. ഇത്ര ധീര വനിതയായിരുന്നു കുന്തി ദേവി എന്നുള്ളത്. സമ്യക് ദ്വൈപായനോ പറയും. അങ്ങനെ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ശരിയായ രീതിയിൽ ഇദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. പിന്നെന്താ? വാസുദേവസ്യ മഹാത്മ്യം, വാസുദേവനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യം അവിടെ പറയുന്നുണ്ട്. പാണ്ഡവന്മാരുടെ സത്യസന്ധത, സത്യശീലത, അവരുടെ സദ്ഗുണങ്ങള്. ദുർവൃത്തം ധാർത്തരാഷ്ട്രാണ്. ഇപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരുടെ എന്താ പറയാ, കെടുതികളും അവരുടെ ദുസ്വഭാവങ്ങളും ഒരു മനുഷ്യൻ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതും ഒക്കെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതും ഇവിടെ ഋഷിയായിട്ടുള്ള എന്താ പറയാ വ്യാസദേവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതം ശതസഹസ്രം ലോകാനാം പുണ്യകർമ്മണം. അപ്പൊ ഈ 1,00,000 ശ്ലോകം ഉള്ള ഈ മഹാകാവ്യം എന്താണ്? ലോകാനാം പുണ്യകർമ്മണം, ഈ ലോകത്തിന് തന്നെ പുണ്യം അല്ലെങ്കിൽ എന്താ പറയാ നന്മ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയണം. അപ്പം നമ്മൾ മഹാഭാരതം വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിന് 18 പർവ്വങ്ങൾ, നമ്മൾ ഭാഗവതത്തില് സ്കന്ധങ്ങൾ അല്ലെ എന്ന് പറയും പോലെ പർവ്വങ്ങളായിട്ടാണ്. പർവ്വങ്ങളിനുള്ളിൽ ഒരുപാട് അധ്യായങ്ങളും കഥകളും ഉപകഥകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തിക പർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസന പർവം, അശ്വമേധ പർവം, ആശ്രമവാസിക പർവം, മൗസല പർവം, മഹാപ്രസ്ഥാനിക പർവം, സ്വർഗാരോഹണ പർവം. ഇത്രയും 18 പർവ്വങ്ങളുണ്ട്. ഈ പർവ്വങ്ങളെ പറ്റി നമുക്ക് അടുത്ത നമ്മളെ സെഷനിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു ബാക്കി നമുക്ക് ഇതിന്റെ തുടർച്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും പ്രണാമം. ആർക്കും എന്തെങ്കിലും ചോദിക്കാൻ സമയമുണ്ടോ എന്ന് അറിയില്ല. 4 മിനിറ്റേ ഉള്ളൂ അടുത്ത ക്ലാസ്സിന്. കൃഷ്ണ പ്രഭു. പ്രഭു ഗംഭീരമായിരുന്നു പ്രഭുജി, വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല സൂപ്പർ ക്ലാസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാം ഗുരു മഹാരാജ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ കൃപയാൽ ഗംഭീരമായിരുന്നു. വളരെ മനോഹരമായിരിക്കുന്നു പ്രഭുജി. നമുക്കിത് ഇനിയും ഗംഭീരമാക്കാം. പ്രഭുവിന്റെ മനോഹരമായ ക്ലാസ് നമുക്ക് മഹാഭാരതം മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കഴിയുമാറാകട്ടെ. എല്ലാ ഭക്തന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാമോ പ്രഭു? പ്രഭു, നൈമിഷാരണ്യത്തിൽ വരുന്ന സൂത ഗോസ്വാമി അവിടെ വരുന്നുണ്ടോ പ്രഭു? സൂത ഗോസ്വാമിയും പ്രഭു പറഞ്ഞില്ലേ? അടുത്ത ദിവസം നമ്മൾ നോക്കും. അത് നമ്മളൊരു സീക്വൻസ് ആയിട്ട് ഞാനിപ്പോ പോകുന്നത് ഓരോ പർവ്വം അനുസരിച്ച് നമ്മളിങ്ങനെ ആദ്യ പർവ്വം അങ്ങനെ സീക്വൻസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മള്. അത് എത്തുമ്പോഴേ നമ്മളത് പറയും. ഇടയ്ക്ക് പറഞ്ഞത് കൺഫ്യൂഷൻ ആണ്. അതിലോട്ട് വരും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതൊക്കെ തന്നെ. അതിലോട്ട് വരും നമ്മള്. കാരണം പലർക്കും ഇത് വളരെ വ്യക്തമായിട്ട് അറിയില്ല. അവരുടെയും കഥ കുറച്ച് അറിയാന്നുള്ളതല്ലാതെ അപ്പൊ ഇതിന്റെ സീക്വൻസിൽ പോയാൽ എല്ലാവർക്കും ഉപകാരപ്പെടും.
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. മഹാഭാരത സീരീസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇല്ല, ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ബാക്കി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത നമ്മുടെ ചർച്ച നോക്കാം. നമ്മൾ അടുത്ത ചർച്ച ചൊവ്വാഴ്ച ആയിരിക്കും. നമുക്ക് അന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംശയങ്ങളും ചർച്ചയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ക്ലാസ് ആയിട്ടല്ല. എല്ലാവരും പങ്കെടുത്ത് ചർച്ചയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പ്ലാൻ. അവസാനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. എല്ലാ ഭക്തന്മാരുടെ സഹകരണം ഉണ്ടാവണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥ വളരെ വളരെ നന്ദി പ്രഭുജി. നമ്മൾ ഗംഭീരമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനിയും അങ്ങോട്ട് ഗംഭീരമാക്കാം പ്രഭുജി. അങ്ങയുടെ കൃപയാൽ സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും പ്രണാമം. ശില പ്രഭുപാദ്ക്ക് ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പ്രണാം.